ഹലോ ഗായ്സ്, നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറയുമ്പം ഇന്ത്യൻ ബൈക്ക് എന്ന് പറയുന്ന ഗെയിമായിട്ടാണ്. അപ്പം ഗെസ് നിങ്ങൾക്ക് തോന്നും എന്നെ ഈ ഫോട്ടോ കാണുമ്പോഴുണ്ടല്ലോ നിങ്ങളെല്ലാം ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഓക്കെ ഗൈസ്, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് വന്നിരിക്കുന്നത് പറയുമ്പം ഇന്ത്യൻ GTA 5. എല്ലാവരും പറയുന്നുണ്ട് ഇന്ത്യൻ GTA 5 അടിപൊളിയാണ്. ഇന്ത്യൻ GTA 5 ഒന്ന് കളിച്ച് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് കളിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഗെയിം ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പം രോഹിത് സ്റ്റുഡിയോസാണ്. രോഹിത് സ്റ്റുഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ ഗൈസ്, അപ്പം അതെല്ലാവരും കയറി ചാനലൊന്ന് ചെക്ക് ചെയ്തേക്കുക. രോഹിത് ഗെയിമിംഗ് സ്റ്റുഡിയോ ആണ് ഈ ഗെയിം മേഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുമ്പം പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പേര് വേണം ഗൈസ്. 2000 years later. ഗെയിം ഒന്ന് നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് കോഡ്സ് വെച്ച് നമുക്കൊരു ബൈക്ക് എടുക്കാം. 5000. ഓക്കെ ഗൈസ്, നമ്മൾ ബൈക്ക് എടുക്കാം. ഓക്കെ ഗൈസ്, ബൈക്ക് എടുത്തിട്ടുണ്ട്. 200 രൂപയൊക്കെയോ? എൻ്റെ ബാങ്കിൽ നിന്ന് പോയെന്ന് തോന്നുന്നു ഗൈസ്, 200 രൂപയൊക്കെ. ഓക്കെ ഗൈസ്, 200 രൂപയ്ക്ക് പൾസർ ഇവിടെ കിട്ടുന്നതായിരിക്കും. എല്ലാവർക്കും സെയിലുണ്ട്. ഓക്കെ ഗൈസ്, നമുക്കപ്പം എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോവാം. ഓക്കെ, ഹലോ ഹലോ ഹലോ, കൊള്ളാമല്ലോ സിറ്റി. ഒരാൾ നടന്നു വന്നു. ഇന്നില്ല, ഇവിടെ ഒന്നില്ല, ഇവിടെ ഇല്ലേ. ഇറങ്ങ അവനെ ഇപ്പം അങ്ങ് തീർത്തോളെ. ഗണ്ണെട് സൂമി തീർത്തോള ചാവ് അത്രേ ഉള്ളൂ. ഒയ്യോ, 1 സ്റ്റാറായി ഗൈസ്. നമുക്ക് പോകണം ഗൈസ്. ഇപ്പോൾ 1 സ്റ്റാർ ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് പോവാം. പെട്ടെന്ന് ബൈക്ക് എടുത്തിട്ട് ഓടാം ഗൈസ്, അല്ലെങ്കിൽ നമുക്ക് സീനാവും. ഓക്കെ ഗൈസ്, ഒയ്യോ ജസ്റ്റ് മിസ്. അവൾ ചത്താ എങ്ങനെ? ഓക്കെ ഗൈസ്, അവൻ എന്തായാലും പോയിട്ടുണ്ട്, ചത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ റാമ്പിൻ്റെ മണ്ടയ്ക്കൂടെ കയറി നമുക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ പോലീസ് നമ്മളെ പിടിക്കും ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് അങ്ങനെ റാമ്പിൻ്റെ മണ്ടയ്ക്കൂടെ. അയ്യോ എൻ്റെ അമ്മച്ചേ, ശരിയാവില്ല ഗേസ്. ഇത് ഭയങ്കര പാടാണ് ഗേസ്. നമുക്കിത് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണം. പോലീസ് നമ്മുടെ പുറകെ ഇവിടെ ഷൂട്ട് ചെയ്യണം. നമുക്ക് അവരെ ഷൂട്ട് ചെയ്യാം. എവിടെ അവൻ? അവിടെ ഇപ്പോൾ ഉണ്ട് ഗേസ്. നമുക്കത് എങ്ങനെയും രക്ഷപ്പെടണം. നമുക്ക് മേലെ എന്തെങ്കിലും ഒരു പ്ലാൻ ഇടാം. നമ്മുടെ ബൈക്കും പോയി ഗേസ്. നമ്മളിനി ഇവിടെ ഇങ്ങനെ ഒളിച്ച് നിൽക്കാം. പോലീസ് അങ്ങനെ വെടിവെക്കാൻ പറ്റുള്ളൂ നമുക്ക്. ഇടിയുടെ ഓപ്ഷനൊക്കെ വരുന്ന ഗേസ്. നമുക്കിനി നമ്മൾ അടുത്ത എന്തോ ചെയ്യണമെന്ന് നോക്കാം. അടുത്ത നമുക്ക് ഒരു പുതിയ ബൈക്ക് ഇവിടെ സ്പോൺ ചെയ്യിക്കണം. അതാണ് അടുത്ത നമ്മുടെ പരിപാടി ഗേസ്. നമ്മുടെ ഹെൽത്ത് കുറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ നമുക്കൊരു ഗണ്ണെടുത്ത് അവരെ കുറച്ച് പേര് നമുക്ക് കൊന്ന് കളയാം. എന്നാലേ നമുക്ക് കുറച്ച് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും ഓരോ സൈഡിൽ നിന്ന് വെടിവെക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹെൽത്ത് കുറയുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് കൊല്ലാൻ. അടുത്ത ബൈക്ക് സ്പോൺ ചെയ്യട്ടെ. ബൈക്ക് ഫോൺ എടുക്കട്ടെ. മറ്റേ ബൈക്ക് തന്നെ മതി. 5000. ഓക്കെ ഗേസ്, നമ്മൾ വന്നിട്ടുണ്ട്. പൾസർ എടുത്തുകൊണ്ട് നമുക്ക് ഓടി രക്ഷപ്പെടണം ഗേസ്. ഈ സമയമില്ല. പോട്ടെ. ഓക്കെ ഗേസ്, ഓക്കെ നമുക്ക് പോവാം. ഓക്കെ, പോട്ടെ. സ്പീഡിൽ പോട്ടെ, ഓടിത്തൊള്ളിക്കോ. പോട്ടെ. നമ്മുടെ ഹെൽത്ത് ഭയങ്കര കുറവാണ്. നമുക്ക് ഓടി രക്ഷപ്പെടണം. നമുക്കിനി പോലീസുകാരുടെ അടുത്ത് പ്രതികാരം തീർക്കണം ഗേസ്. ഓക്കെ ഗേസ്, നമുക്കിനി അവരെ ഇടിച്ചില്ല. നമ്മൾ ഇടിച്ചില്ല ഗേസ്, പക്ഷേ അവർ ചത്തുപോയി. ഓക്കെ, നമുക്കിനി എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാം. ഓക്കെ ഗേസ്, നമുക്കിനി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ആ ചേച്ചീനെ ഒന്നും ഇനി ഇടിച്ചാൽ നമുക്ക് 2 സ്റ്റാറാണ് ഗേസ്. ഇനി നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ആകെ 2 സ്റ്റാറുണ്ട്. ഇനി നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ. പോലീസ് ജസ്റ്റ് മിസ്സിന് ഇടിച്ചില്ല ഗേസ്. നമുക്കിനി അവരെ ഇടിച്ച് പോയി കാണും. ഓക്കെ, നമുക്ക് ആ റാമ്പിൻ്റെ മണ്ടയ്ക്ക് കയറി പോകാൻ നോക്കാം. അല്ലാതെ വേറെ വഴിയില്ല. നമുക്കിനി നമ്മളെല്ലാവരും ലൈക്ക് ചെയ്യ് കേസ്. ലൈക്ക് തള്ളി വിട്ടു തന്ന്. ഇനി നമുക്ക് ഓടി രക്ഷപ്പെടാൻ അല്ലാതെ വേറെ വഴിയില്ല. നമുക്ക് ഓടാം, ഇത് പറ്റുന്നില്ല. ഓക്കെ, നമുക്ക് പെട്ടെന്ന് പോട്ടാ. ഉമ്മാരവിടെ ഇപ്പോൾ ഉണ്ട്. നമുക്ക് അതിൽ അടുത്തുകൂടെ പോവാം. ഒന്നും കൂടെ കയറാൻ നോക്കാം. ഇനി അമ്മമാർ സമ്മതിക്കുമെന്ന് നോക്കട്ടെ. കയറി. അയ്യോ, വെടിവെക്കുന്ന കേസ്. ഓക്കെ, നമുക്കിനി സൈഡിലോട്ട് പതിയെ. വേണ്ട. പോലെ. ഓക്കെ, റിവേഴ്സ്. പോയി.
ഓക്കെ നമുക്കിനി വേറെ വഴിയില്ല. നമുക്കിനി എങ്ങനെയാണ് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. ഇനി നമുക്ക് വേറെ വഴിയില്ല ഗൈസ്. ഓക്കെ നമുക്കിനി നല്ല സ്പീഡിൽ പോവാം. ഓക്കെ നമുക്കിനി പോകണം, പെട്ടെന്ന് പോകണം, നമ്മുടെ വീട്ടിൽ ചെല്ലണം, അല്ലെങ്കിൽ അവർ നമ്മളെ വെടിയിച്ച് കൊല്ലും. എനിക്ക് ഉറപ്പുണ്ട് ഗൈസ്. നമുക്കിനി ഹെൽത്ത് ഇല്ല, നമ്മൾ എന്തായാലും കൊല്ലും അവർ. നമുക്കിനി എവിടെ പോയാലും അമ്മമാർ കൊല്ലുന്ന ആളാണ്. ഇവിടെ എല്ലാം പോലീസാണ്. നമുക്ക് എങ്ങനെയാലും രക്ഷപ്പെടാൻ നോക്കാം, അല്ലാതെ വേറെ വഴിയില്ല. ഇതിൻ്റെ അകത്തൂടെ എങ്ങനെ കയറാനേ പറ്റുള്ളൂ. നമുക്കിനി വേറെ ഒരു ഒളിക്കാനൊന്നും സ്ഥലമില്ല. സ്പീഡിൽ പോവാം. എന്തായാലും ഈ ഗെയിം ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ പറയാൻ നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരാം. തലയിടിച്ച് അവിടെ കിടക്കണം നീ. ഷിറ്റ്. ഓക്കെ ഇനി പോയി കളി പോയി. നമ്മൾ പോയി. ഇനി ചെയ്തിട്ടും കാര്യമില്ല. നമുക്കിനി ആത്മഹത്യ തന്നെ വഴി. സ്പോൺ ചെയ്തിട്ടുണ്ട്. അത് ഇടിച്ച് കളയാതെ ഞാൻ പോട്ട് കയറ്. ഇവിടെ ബൈക്കിൻ്റെ ഓപ്ഷനും വരുന്നില്ല. നമ്മളിപ്പോൾ തീർത്ത് കളയും. നമ്മൾ ചത്ത് കേസ്. നമുക്ക് ഇങ്ങനെ നിന്ന് കൊടുക്കാം. ഇതാ ഓടാനൊക്കെ പറ്റുന്നില്ല. ശരിയാവണല്ലോ കേസ്. ചത്ത് കേസ്. നമുക്കിനി നിന്ന് കൊടുക്കാം. ചത്ത്. ഓക്കെ വേസ്റ്റഡ്. നമുക്കിനി എങ്ങനെയാലും ഒരു വെട്ടം കൂടെ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവനെ അടിച്ച് കൊല്ലുന്നതായിരിക്കും. ഈ പ്രാവശ്യം പോട്ടെ. നമുക്കിനി അടുത്ത പ്രാവശ്യം കാണിച്ചു കൊടുക്കാം. നമുക്ക് ഇനി പോലീസ് സ്റ്റേഷനിൽ പോയി ആത്മാർത്ഥം കാണിക്കാം. നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്കത് പെട്ടെന്ന് നമ്മുടെ ഫോർച്യൂണർ എടുത്തുകൊണ്ട് പോകാം. ഈ ഗെയിം എന്തോ ബഗ് വരുന്നു. ഇനി നമുക്ക് ഈ ഇന്ത്യൻ ബൈക്കിൽ കുറേ മോഡായിട്ട് കൊണ്ടുവരാം. അതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക. ഓക്കെ നമുക്കിനി വണ്ടി എടുക്കാം. വണ്ടി എടുത്തിട്ട് പോവാം. നമുക്ക് ഓടിയില്ല. പോട്ടെ. നമുക്കിനി നമ്മളെ പോലീസ് സ്റ്റേഷനിലോട്ട് വിട്ടടിച്ചിട്ട് നമുക്ക് അവരെ അറിയാതെ അവർക്കിടെ പോലീസ് സ്റ്റേഷൻ നിറച്ച് നമുക്ക് ബോംബ് നിറയ്ക്കണം. ഗ്രനേഡ് നിറച്ചിട്ട് നമുക്ക് പുറത്ത് വന്നിട്ട് നമ്മളത് പൊട്ടിക്കണം. അതാണ് നമ്മുടെ പ്ലാന്. ഓക്കെ നമുക്കതിന് വണ്ടി പോലീസ് ഇപ്പോൾ കാണും. ഓക്കെ സാർ ഗുഡ് മോർണിംഗ് സാർ. സാറൊന്നും മിണ്ടിയില്ല ഗൈസ്. നമുക്കിനി അങ്ങോട്ട് ചെന്നിട്ട് ഗുഡ് മോർണിംഗ് പറയാം. ഓക്കെ നമുക്കിനി അങ്ങോട്ട് പോവാം. ഓക്കെ വാ. സാർ ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇങ്ങോട്ട് പോവാ സാർ. ഞാനിതാ ഇവിടെ ഒരു കേസിന് എന്തോ നമ്മളെ വിളിച്ചായിരുന്നു സാർ. അതിനായിട്ട് നമ്മൾ പോയത് സാർ. ഞാൻ ഇവിടെ തൂത്ത് തരട്ടെ സാർ. സോറി സാർ. ഞങ്ങളിവിടെ തൂത്ത് തരട്ടെ സാർ. വേണമെങ്കിൽ ഈ കസാരയുടെ അടിയൊക്കെ തൂത്തിട്ട് വീട്ടിൽ പോക്കോ. കേട്ടല്ലേ? അല്ലാതെ ഇവിടെ ചുറ്റിപ്പറ്റി ഒന്നും നടക്കണ്ട. അപ്പോൾ ഓക്കെ ഗായ്സ്, നമുക്കപ്പം അങ്ങനെ സാറുമാർ കാണാൻ നമുക്ക് അകത്തോട്ട് പോകണമെങ്കിൽ ഓക്കെ നമുക്കങ്ങനെ അകത്തോട്ട് ഇതൊക്കെ ബോംബൊക്കെ ഇടാൻ നമുക്കിത് സെറ്റാക്കണം. അവരെ എല്ലാം അടിച്ച് പൊട്ടിക്കണം. നമ്മുടെ അടുത്തുള്ള പ്രതികാരം അവർക്ക് അറിയത്തില്ല. വേറെ ഒരു പോലീസ് സ്റ്റേഷനിലാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇവരെ ഒന്ന് കൊന്നു കളയാം. നമുക്കിനി പോലീസ് സേഫ്റ്റിയില്ല. നമ്മൾ ഇനി ഇന്ത്യൻ ബൈക്ക് നമ്മൾ ഗെയിമിൽ ഒരിക്കലും ഇനി പോലീസായിട്ടുള്ള കൂട്ട് കാണില്ല ഗീസ്. അപ്പോൾ നമുക്കിനി എന്തായാലും പോലീസുകാരെ കൊന്നേക്കാം. ഓക്കെ ഗേസ്, നമുക്കിനി എല്ലായിടത്തും ഈ അപ്പാപ്പനെ എല്ലാം കൊല്ലാം. നമുക്കിവിടെ തൂക്കട്ടോ. നമുക്കിവിടെ തൂക്കാം. ഇത്തിരി വെള്ളം കുടിക്കാൻ നമുക്ക് വെള്ളം കുടിക്കാൻ നമുക്ക് കള്ളത്തിനും പറഞ്ഞിട്ട് ഇവിടെ ഇത്തിരി ബോംബിടാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ എല്ലാം ഈ പോലീസ് സ്റ്റേഷൻ മൊത്തം നമ്മൾ ബോംബിട്ടിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് മാറി നിന്നിട്ട് നമുക്ക് ഇതെല്ലാം പൊട്ടിക്കണം. പൊട്ടിക്കുന്ന സൗണ്ട് കേൾപ്പിക്കാം നിങ്ങളെ. ഓക്കെ ഗൈസ്, നമുക്ക് വണ്ടി കഥ ഓർക്കാം. പൊട്ടിക്കുന്ന സൗണ്ട് എല്ലാവരും സൂക്ഷിച്ച് കേട്ടോണം ഗൈസ്. നമുക്ക് വണ്ടി എടുത്തിട്ട് മതിലിൻ്റെ പുറകെ പോയി വിളിക്കാം. പോട്ടെ സാർ. നമുക്ക് ഇവിടെ നിർത്താം നമുക്ക് വണ്ടി. എന്നിട്ട് നമുക്ക് ബോംബ് പൊട്ടിക്കാം ഗൈസ്. ബോംബ് പൊട്ടിക്കുന്ന സമയം നിങ്ങൾ സൗണ്ട് കേൾപ്പിക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഫോൺ എടുക്കാം. ഫസ്റ്റിൽ ഫോൺ എടുക്കാം. ഗൈസ്, അപ്പോൾ അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. എല്ലാവർക്കും
ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ നമുക്കിനി ഇതേപോലെ ഇന്ത്യൻ ബൈക്കും കൊണ്ട് നമുക്ക് കുറേ വീഡിയോസ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടിൽ ദെൻ ബൈ ബൈ.